നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും മരണം നോബിയുടെ ക്രൂരമായ മാനസിക പീഡനം കാരണമാണെന്ന് പോലീസ് കോടതിയിൽ പറയുന്നു. ഷൈനി മരിക്കുന്നതിന് തലേന്ന് നോബി ഫോണിൽ വിളിച്ച് ഷൈനിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി. ഷൈനിയോട് മാത്രമാണ് ദേഷ്യമെന്നായിരുന്നു ഷൈനി കരുതിയിരുന്നത്. എന്നാൽ താൻ തന്നെ മരിച്ചാൽ പോലും കുട്ടികൾക്ക് ആരും ഉണ്ടാവില്ല എന്ന തോന്നലാണ് ആത്മഹത്യയിലേക്ക് അവളെ നയിച്ചത്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ ഈ ഫോൺ സംഭാഷണമാണ് ആത്മഹത്യയിലേക്ക് അവളെ എത്തി. ഭർത്തൃ വീട്ടിലെ നേരിട്ടുള്ള പീഡനത്തിന് ശേഷവും തൻ്റെ വീട്ടിൽ പോയി നിന്നപ്പോൾ പോലും നോബി പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നു. ഷൈനി മരിക്കുന്നതിനു തലേന്ന് നോബി ഫോണിൽ വിളിച്ചിരുന്നു. രാത്രി 10:30-ക്കാണ് നോബി വിളിച്ചത്. വാട്സപ്പിൽ വിളിച്ചാണ് നോബി ഭീഷണിപ്പെടുത്തിയത്. നീ നിന്റെ 2 മക്കളെയും വിളിച്ചു വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും 2 മക്കളും ചാകണം എന്ന്, എന്നെ ദ്രോഹിക്കാതെ നിനക്കൊക്കെ പോയി ചത്തുകൂടെ എന്നായിരുന്നു നോബി ചോദിച്ചത്. ക്രൂരമായ ഈ വാക്കുകളാണ് ഷൈനിയെക്കൊണ്ട് ഈ കൊടുംകൃത്യം ചെയ്യിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ നോബി ആത്മഹത്യാ പ്രേരണ നടത്തിയെന്ന് പോലീസ് കൃത്യമായി മനസ്സിലാക്കി. കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പോലീസ് പറയുന്നു. ട്രെയിനിന് മുന്നിൽ ചാടി ജീവനെടുക്കേണ്ട അവസ്ഥയ്ക്ക് ജ്യേഷ്ഠനായ പുരോഹിതൻ ബോബിയും നോബിയുടെ പിതാവും സ്വന്തം പിതാവും ഒക്കെ ഉണ്ടെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ നടപടിയെടുക്കാൻ പോലീസിന് ആവുന്നില്ല. എന്നാൽ നോബിക്കെതിരെ 2024 ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ട്. ഈ കേസിൽ നോബിയുടെ അമ്മ പ്രതിയാണ്. ഈ കേസിൽ ഇതിനോടകം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ജോലി കിട്ടാത്തതിലും വിവാഹമോചന കേസ് നീണ്ടുപോകുന്നതിലും ഷൈനി അതീവ ദുഃഖിതയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം നേരത്തെ പുറത്തു വന്നിരുന്നല്ലോ. അത് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ലെന്ന് സുഹൃത്തിനോട് ഷൈനി പറയുന്നുണ്ടായിരുന്നു. നാട്ടിലെങ്ങും ഒരു ജോലി കിട്ടുന്നില്ല, ഞാൻ കുറേ തപ്പി, പിള്ളേരെ വല്ല ഹോസ്റ്റലിലും നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലി നോക്കണം, ഒരു വർഷം എക്സ്പീരിയൻസ് ആയിട്ട് വേറെ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഷൈനി സുഹൃത്തിനോട് പറയുന്നുണ്ടായിരുന്നു. ഫെബ്രുവരി 17-ന് കോടതിയിൽ വിളിച്ചിരുന്നുവെന്നും അന്ന് പുള്ളി നാട്ടിലുണ്ടായിരുന്നിട്ടും വന്നില്ല എന്നും മുൻപ് നാട്ടിലില്ല എന്ന കാരണം പറഞ്ഞായിരുന്നു കോടതിയിൽ വരാതിരുന്നത് എന്നൊക്കെ ഷൈനി പറയുന്നുണ്ട്. ഡിവോഴ്സ് നോട്ടീസ് പോലും അവർ കൈപ്പറ്റുന്നില്ല. 4 മാസമായി. എന്താ റീസൺ എന്ന് അവർ അറിയിച്ചില്ല. വക്കീലിനി ഏപ്രിൽ 9-ന് ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതങ്ങനെ നീണ്ടു പോവുകയാണ്. ജീവിതത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയുന്നില്ല എന്ന് ആയിരുന്നു ഷൈനി കരഞ്ഞുകൊണ്ട് സുഹൃത്തിനോട് പറഞ്ഞത്. ഷൈനിയും മക്കളും തുടർച്ചയായി നോബിയുടെ പീഡനത്തിന് ഇരയായിരുന്നു. ജില്ലാ സെഷൻസ് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണത്തിൽ നോബിയുടെ പങ്ക് കൃത്യമാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഒരു കൊലപാതകം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം നോബി എന്ന ആൾ കൃത്യമായി മാനസിക പീഡനം നടത്തിയാണ് ഈ കൊല ചെയ്തിരിക്കുന്നത്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.